നമസ്കാരം രുചികെട്ട ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ഹെൽത്തി സാലഡുമായിട്ടാണ്. നമ്മൾ കുറേ സാലഡിൻ്റെ റെസിപ്പീസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ചിക്കൻ സാലഡാണ്. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ സാലഡ് പല വിധത്തിലുണ്ടാക്കാം. അതിൽ ഒരു വിധത്തിലുണ്ടാക്കിയതാണ് ഇന്നത്തേത്. അപ്പോൾ ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് വേണ്ട ചിക്കൻ അല്ലാതെ അതിൽ വേറെ വെജിറ്റബിൾസ് വേണമെങ്കിൽ വെജിറ്റബിൾസ് ഒക്കെ ഇടാൻ പറ്റുന്നതാണ്. അപ്പോൾ നോക്കുക എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത്, എങ്ങനെയാണ് നമ്മളിത് തയ്യാറാക്കാൻ പോകുന്നതെന്ന്. അതുപോലെ നമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1 കപ്പ് ചിക്കൻ ഉപ്പും അതുപോലെ തന്നെ കുരുമുളകും ഇട്ട് വേവിച്ചെടുത്തതാണ്. അപ്പോൾ നമ്മൾ എല്ല് കളഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഏതാണ്ട് 1 കപ്പ് വരുന്ന പോലെ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ബ്രോക്കോളിയുടെ ഹാഫ് പോർഷൻ നമ്മൾ ആവി കയറ്റി എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു സവാള നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ക്യാപ്സിക്കമാണ്, പച്ച ക്യാപ്സിക്കം ഒരു ഹാഫ് പോർഷൻ എടുത്തിട്ടുണ്ട്. വേറെ കളേഴ്സ് ഉണ്ടെങ്കിൽ എടുക്കാം. ഇത് ചിക്കൻ സ്റ്റോക്കാണ്, നമ്മൾ വേവിച്ചിട്ടുണ്ടല്ലോ അപ്പം മാറ്റി വെച്ചതാണ്. പിന്നെ ഒരു 8 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ടൊരു പാൻ വെച്ചു. അതിലേക്ക് നമ്മൾ ഒലീവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു 1-1.5 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ ഒഴിച്ചു. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞ സവാള ചേർത്ത് കൊടുക്കുക. അതും ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ക്യാപ്സിക്കം കൂടെ ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ അത് ഏതാണ്ട് ആയി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മളിതിലേക്ക് ബ്രോക്കോളി ഇടുകയാണ്. അത് നമ്മൾ ആദ്യം വേവിച്ച് ആവി കയറ്റി വെച്ചതാണല്ലോ, അപ്പോൾ അതുകൂടെ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചിക്കൻ വേവിച്ചത് കുരുമുളകും അതുപോലെ തന്നെ ഉപ്പുമിട്ട് വേവിച്ച ചിക്കനും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പം ചിക്കനിൽ നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വേണമെങ്കിൽ കുറച്ച് ഉപ്പ് ഈ സമയത്ത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അടച്ചു വെച്ചിട്ട് വേവിക്കുകയാണ്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും അതുപോലെ 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടെ എരിവിന് വേണ്ടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഒറിഗാനോ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ സോയ സോസ് കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഉപ്പ് ചേർക്കുന്നുണ്ട്, അത് നോക്കിയിട്ട് ചേർക്കണം, കാരണം സോയ സോസിൽ ഉപ്പുണ്ട്. അതിനുശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു 2 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക. അപ്പോൾ ഈ സോസും ബാക്കിയെല്ലാ വെജും അതുപോലെ തന്നെ ചിക്കനും എല്ലാം കൂടി ഒന്ന് മിക്സായിട്ട് വരും. അപ്പോൾ എല്ലാം കൂടെ യോജിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മുടെ ചിക്കൻ സാലഡ് റെഡി ആയിട്ടുണ്ട്. എന്ത് ഈസി ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയത്. ഹെൽത്തിയും ആണ്, അതുപോലെ ടേസ്റ്റും അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് ഡിന്നറൊക്കെ സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സാലഡ് കഴിക്കാം. ഉച്ചയ്ക്കും കഴിക്കാം കേട്ടോ, ലഞ്ചിനും കഴിക്കാം. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയൊരു വീഡിയോ ആയി കാണാം. അതുവരെ ബൈ.